നമ്മുടെ പാരൻസിനും ഒക്കെ ഈ ഒരു മക്കൾക്ക് ലൈഫ് സ്കില്ല് പഠിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടോ എന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് മാഷ്ക്ക് തോന്നിയിട്ടുള്ളത്? നമ്മൾ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുമ്പ് PG ക്ലാസ് മുറിയിൽ ഇരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇന്ന് നമുക്ക് എൻ്റെ 3 മക്കളുണ്ട്. ഈ 3 മക്കളും 3 വ്യത്യസ്ത ലെവലിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പാരൻ്റായി. അതൊരു അറിയാതെ സംഭവിച്ച ട്രാൻസ്ഫോർമേഷൻ. ഇപ്പം അധ്യാപകരെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് പ്രാഥമികമായത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ സ്കില്ല്, പ്രത്യേകിച്ചും ലൈഫ് സ്കില്ലിൽ ഊന്നിയ സോഷ്യൽ സ്കില്ലിൻ്റെ നിർമ്മിതി ക്ലാസ് റൂമിൽ അത്യാവശ്യമാണ്. ഞാൻ സിമ്പിൾ ചോദ്യമാണ്, എത്ര വയസ്സ് മുതലായിരിക്കും ഒരു കുട്ടിക്ക് അയാൾ ഡ്രസ്സ് എടുത്തു വെക്കാൻ പറ്റുക? 3 or 4 years. എക്സാക്ട്ലി. ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ ഒരു കോഗ്നിറ്റീവ് ലെവലിനനുസരിച്ച്, കുട്ടികളുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. ശരിക്കും യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. ആ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് ഓർക്കണം, വീട്ടിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലുള്ളതിൻ്റെ തുടർച്ച സ്കൂളിലുണ്ടാവും. നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത് ഫ്യൂച്ചറിലേക്കാണ്. അതേസമയം നമുക്കെല്ലാവർക്കും അറിയാം, ഫ്യൂച്ചർ നിർമ്മിക്കുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മളൊക്കെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളാണ് എന്നുള്ളത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ നമ്മൾ സ്കൂളുകളെ കുറിച്ചുള്ള കുറച്ച് കൊച്ചു വർത്തമാനങ്ങളാണ്. ഇത് സംസാരിക്കാൻ നമ്മോടൊപ്പമുള്ളത് അബ്ദുൽ ഷുക്കൂർ മാഷാണ്. കഴിഞ്ഞ 20 വർഷത്തിലധികമായി ഗവൺമെൻറ് സെക്ടറിൽ ഒരു സ്കൂൾ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 14 വർഷത്തിലധികമായി ഹയർ സെക്കൻഡറി സൈക്കോളജി അധ്യാപകൻ കൂടിയാണ്. സോ ഷുക്കൂർ സർ, വെൽക്കം. ഓക്കെ, സോ അപ്പം ഈ കഴിഞ്ഞ 20 കൊല്ലത്തെ ഈ ഭാവി നിർമ്മിതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആസ് എ ടീച്ചർ എന്നുള്ള രീതിയിൽ എന്ത് തോന്നുന്നു? ഈ ഭാവി നിർമ്മിക്കപ്പെടുന്ന സ്കൂളാണ്, ഒരു സംശയമില്ല. പക്ഷെ ആ നിർമ്മിക്കപ്പെടുന്നത് സ്കൂളിലെ കണ്ടന്റ് വെച്ച് തന്നെ ആണോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. ഞാനിപ്പോഴും സ്കൂളിനെ കാണുന്നത് കൂടുതലൊരു സോഷ്യലൈസേഷൻ സ്പേസ് ആയിട്ടാണ്. പ്രത്യേകിച്ച് പുതിയ കാലത്ത് ഇനി നമുക്ക് അങ്ങനെ അതിനെ കാണാൻ പറ്റുള്ളൂ. കാര്യം കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ അറിവും ഇവിടെ പാരലലി നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആവശ്യമുള്ളത് എടുക്കുന്ന ഒരു പണി മാത്രമേ ടീച്ചേഴ്സിനെ, നമ്മൾ പലപ്പോഴും ഇതിനു മുമ്പ് എപ്പോഴും നമ്മൾ ഇരുന്നപ്പോൾ തന്നെ പറഞ്ഞത്, ഒരു മെൻ്റർ റോളാണ് ടീച്ചർക്കുള്ളത്. ഇപ്പോൾ ഈ ലാസ്റ്റത്തെ എൻ്റെ 20 വർഷം എന്ന് പറയുമ്പോൾ അതിൽ ആദ്യത്തെ ഒരു 4 വർഷത്തോളം പ്രൈമറി സ്കൂളാണ്. പിന്നെയാണ് ഞാൻ ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്നത്. ഞാൻ ആ ഹയർ സെക്കൻഡറിയിലേക്ക് വരുന്ന ഒരു കാലത്താണ് നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയയുടെ ഒക്കെ റെലവൻസ് വീണ്ടും അതിലെ ലാസ്റ്റത്തെ ഒരു 4 years ആയിട്ടാണ് അല്ല സോഷ്യൽ മീഡിയയുടെ ഒപ്പം തന്നെ നമ്മളുടെ ഈ പറയുന്ന പുതിയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് റിലേറ്റഡ് നോളജിൻ്റെ എക്സ്പാൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്കൂളിലെ അറിവ് നിർമ്മിക്കപ്പെടുന്നു, ഗുരു ശിഷ്യ സങ്കല്പം, നമ്മളൊരു ഇന്ത്യൻ ദർശനമൊക്കെ അങ്ങനെ തന്നെയാണ്, അതിലൊന്നും മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ എങ്കിലും പുതിയ കാലത്ത് എനിക്ക് തോന്നുന്നു കുറേയും കൂടി ടീച്ചേഴ്സ് ഫോക്കസ് ചെയ്യേണ്ടത് കുട്ടികളൊന്ന് സോഷ്യലൈസ് ചെയ്യാന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമ്മളെല്ലാവരും ഈ പരാതി പറയുന്ന മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ അതിലുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള പ്രശ്നക്കാരായ അല്ലെങ്കിൽ ഡിസോർഡേഴ്സുള്ള കുട്ടികളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ അതല്ലാത്തൊരു വലിയ വിഭാഗം കുട്ടികൾ, അത് സോഷ്യൽ സ്കില്ല് കുറഞ്ഞ, ഞാൻ ഇന്നലത്തെ ഒരു എക്സ്പീരിയൻസ് അറിയുന്നത്, നമ്മളിന്ന് സംസാരിക്കുന്ന ഒരു April 1 March 31 ഒരു അക്കാഡമിക് ഇയറിൻ്റെ എൻഡിൽ എൻ്റെ ക്ലാസ്സിലുള്ള ഏറ്റവും ഷൈ ആയ ഒരാൺകുട്ടി ഇന്നലെ അവരുടെ ഫെയർവെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രോഗ്രാമിൽ അവൻ ഡാൻസ് ചെയ്തു. എനിക്കത് ഭയങ്കര സ്ട്രൈക്കിങ് ആയി. കാരണം 2 വർഷം അവൻ്റെ അധ്യാപകനായിരുന്ന, സൈക്കോളജി അധ്യാപകനായിരുന്ന, പലതവണ അവൻ്റെ ഉമ്മയോടും ഉപ്പയോടൊക്കെ ഈ ഒരു ഷൈനെസ് മാറ്റുന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ ഇവൻ നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുത്ത റോൾ പ്ലേകളിലൊന്നും പോലും പങ്കെടുക്കാതെ മാറി നിന്ന ഒരു കുട്ടി നല്ല സ്റ്റേജിൽ, അതൊരു പെൺകുട്ടിയുടെ കൂടെ ഡാൻസ് ചെയ്തു. ഓക്കെ, അയാളെ എനിക്കൊരിക്കലും ആ ഫ്രെയിമിൽ ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അയാൾ ചെയ്തു. അപ്പം ഇതേപോലെയാണ് ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇതുപോലെയാണ് നമ്മളെല്ലാ കുട്ടികളും. അപ്പം അധ്യാപകരെ സംബന്ധിച്ച് ഞാൻ കാണുന്നത് പ്രാഥമികമായത് ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, സബ്ജക്റ്റിൻ്റെ കണ്ടൻറ്റ് കൊടുക്കണം, അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു സോഷ്യൽ സ്കില്ല്, പ്രത്യേകിച്ചും ലൈഫ് സ്കില്ലിൽ ഊന്നിയ സോഷ്യൽ സ്കില്ലിൻ്റെ നിർമ്മിതി
ക്ലാസ് റൂമിൽ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അതായത് ഈ ഒരു സോഷ്യൽ സ്കിൽസ് ആണ് മേ ബി ഒരു മിസ്സിങ് ആയിട്ട് നമുക്ക് കീ ആയിട്ട് ഫീൽ ചെയ്യുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്ക് നമ്മളെ സ്കൂളുകളിൽ ആസ് ഓഫ് ഇപ്പോൾ കഴിഞ്ഞ ഒരു സെറ്റ് ഓഫ് ആസ്പെക്റ്റുകളിൽ സോഷ്യൽ സ്കിൽസിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ? എങ്ങനെയാണ്? അതോ ചില ടീച്ചർ സ്പെസിഫിക് ആയിട്ടാണ് നടക്കുന്നത്? നമ്മുടെ അക്സെപ്റ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ അങ്ങനെ പ്രൊവിഷൻ ഉണ്ടോ? നമുക്ക് 2 തരത്തിലുള്ള ടീച്ചർ ട്രെയിനിങ് ആണല്ലോ ഉള്ളത്. ഒന്ന് നമുക്ക് ഒരു പ്രീ സർവീസ് ടീച്ചർ ട്രെയിനിങ്, ഇപ്പോൾ നമ്മൾ TTC, B.Ed, പുതിയ കാലത്തെ D.Ed പോലത്തെ കോഴ്സുകൾ. രണ്ടാമത് സർവീസിൽ വന്നതിന് ശേഷം കമ്പൽസറി ആയി അധ്യാപകർ എടുക്കേണ്ട ട്രെയിനിങ്. ഇതിൽ ലാസ്റ്റത്തെ ഒരു 20 years ആയിട്ട് നമ്മൾ ഹ്യൂജ് റവന്യൂ ഈ ടീച്ചർ ട്രെയിനിങ്ങിൽ ചിലവാക്കിയിട്ടുണ്ട്. ഈ ട്രെയിനിങ്ങിൻ്റെയൊക്കെ കണ്ടൻറ്റിൻ്റെ ഭാഗമായി പല ഭാഗത്തും ഈ പറയുന്ന ലൈഫ് സ്കിൽസ് വന്നിട്ടുണ്ട്. അധ്യാപകർക്ക് കിട്ടിയിട്ടുണ്ട്. അധ്യാപകരെക്കുറിച്ച് അവെയറാണ്. കുറേ കൂടി ചേഞ്ചസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇതാണ് ഔട്ട്പുട്ട് എന്നൊരു തോട്ട് എന്തുകൊണ്ടോ വരുന്നില്ല എന്നത്. എന്തിന് ഞാനൊരു സ്വയം വിമർശനമായിട്ട് പറയട്ടെ. സൈക്കോളജി സബ്ജക്റ്റ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങളുടെ സിലബസിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് എന്ത്, ലൈഫ് സ്കിൽസ്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ലൈഫ് സ്കില്ലിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും 2 മാർക്കിനേ ഉള്ളൂ. അതുകൊണ്ട് 2 മാർക്കിന് ലൈഫ് സ്കിൽസ് പഠിപ്പിക്കുക എന്നുള്ള രൂപത്തിലാണ് പല ആളുകളും ഇതിനെ കാണുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ സോഷ്യൽ വർക്ക് കൂടി ഞങ്ങളുടെ സബ്ജക്റ്റിൻ്റെ ഭാഗമാണ്. സോഷ്യൽ വർക്കിലുള്ള എല്ലാ ടീച്ചേഴ്സും അവിടെ ഭയങ്കര വൈബ്രൻ്റായ ടീച്ചേഴ്സാണ്. സോ ദാറ്റ് ഞങ്ങൾ കുട്ടികൾ കുറേയും കൂടി ഇതിനെക്കുറിച്ച് അവെയറാണ്. പക്ഷെ മറ്റു കോമ്പിനേഷനിലുള്ള സ്കൂൾസിലൊന്നും ഇങ്ങനൊരു ആക്ടിവിറ്റിയിലൂടെ പോകേണ്ടതാണിതെന്ന് മനസ്സിലാക്കാനുള്ള സമയം പലപ്പോഴും സ്കൂളിലില്ല. ഒരു അക്കാഡമിക്സിൻ്റെ ഒരു തിരക്കുണ്ടല്ലോ. നോക്കൂ, ഞാനിതൊരു വിമർശനമായിട്ട് പറയണമെങ്കിൽ അങ്ങനെ തന്നെ എടുക്കാം. ഹയർ സെക്കൻഡറിയിൽ യഥാർത്ഥത്തിൽ ജൂൺ മുതൽ ഡിസംബർ വരെ മാത്രമേ അക്കാഡമിക്സ് ഉള്ളൂ. ഡിസംബർ ആകുമ്പോഴത്തേക്ക് പോർഷൻ തീരാണ്. എന്നിട്ട് നമ്മൾ പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടിയിട്ട് വലിയ തിരക്കൂട്ടാണ്. കെമിസ്ട്രിയുടെ, ഫിസിക്സ്, സയൻസിലൊക്കെ ആണെങ്കിൽ കെമിസ്ട്രിയുടെ, ഫിസിക്സിൻ്റെ ഒക്കെ പ്രാക്ടിക്കൽ എക്സാം. ഞാൻ പലപ്പോഴും എന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ പഴയ സ്കൂളിലൊക്കെ ചില ടീച്ചേഴ്സ് ഓടും, അല്ലെങ്കിൽ ചിലവർ കുട്ടികളോട് അങ്ങനെ ശ്രദ്ധിക്കേണ്ടെന്നൊക്കെ പറയും. നമ്മളിപ്പോഴും ആ ന്യൂട്ടൻ്റെ സയൻസ് അല്ലായിരുന്നു ഓസിലേഷൻ, പെൻഡുലം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോഴും നമ്മൾ എന്തോ റിസർച്ച് നടത്തുന്നത് പോലെ സമയമെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ റെസണൻസ് സാധനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഒരു വീട്ടിൽ കറണ്ട് പോയാൽ അതിൻ്റെ SOP എന്താണെന്ന് നമ്മളൊരു കുട്ടീനെയും പഠിപ്പിക്കണമല്ല. അപ്പോൾ ഇത് സിലബസിൻ്റെ വിമർശനമായിട്ടല്ല ഞാൻ പറയണത്. സിലബസ് അങ്ങനെ നിൽക്കെ തന്നെ അത് പഠിപ്പിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അധ്യാപകർ കുറച്ചും കൂടി ഇതിനൊരു എക്സ്പ്ലോറേറ്ററി, ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ്. H=I²RT ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. H ഇങ്ങോട്ട് വരുമ്പോൾ വാല്യൂ എങ്ങനെ മാറുക, I ഇങ്ങോട്ട് വരുമ്പോൾ എങ്ങനെ വാല്യൂ മാറുക, R എങ്ങനെ കണ്ടുപിടിക്കൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും വീട്ടിൽ കറണ്ട് പോയാൽ ആദ്യം VLCB ആണ് തുറന്ന് നോക്കേണ്ടത്. രണ്ടാമത് നോക്കേണ്ടത് ഫ്യൂസാണ്. മൂന്നാമത് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ KSEBിയിലേക്ക് ഞാൻ വിളിക്കൽ എൻ്റെ സാമൂഹ്യ ബാധ്യതയാണെന്ന് സ്കൂളിൽ നിന്ന് നമ്മൾ പഠിക്കണില്ല. അതൊരു നമ്മളൊരു വലിയൊരു പരിമിതി. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ പോലെ ഡിസിഷൻ മേക്കേഴ്സ് ലെവലിൽ അല്ലെങ്കിൽ ഒരു ഇംപ്ലിമെൻ്റർ ലെവലിൽ തന്നെ അതിൻ്റെ ഒരു അവയർനെസ് ഉണ്ട്. പക്ഷെ അതുപോലെ തന്നെ തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ പാരൻസിനും ഓക്കെ ഈ ഒരു മക്കൾക്ക് ലൈഫ് സ്കില്ല് പഠിപ്പിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി കുറവുണ്ടോ എന്നും ഫീൽ ചെയ്തിട്ടുണ്ട്. അതിലെന്താണ് മാഷ് തോന്നിയിട്ടുള്ളത്? നേരത്തെ പറഞ്ഞത് യാദൃശ്ചികമായി സംഭവിച്ചു, കണക്റ്റഡ് ആയിട്ട് തന്നെ പറയാം. ഈ പറയുന്ന പ്രധാനപ്പെട്ട ലൈഫ് സ്കില്ലായ ഡിസിഷൻ മേക്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് തന്നെ സയൻസ് പഠനത്തിൻ്റെ ഭാഗമായി വരേണ്ടതല്ല. അത് നമുക്ക് സാമൂഹ്യ പാഠത്തിൽ വരണം. ഏതൊരു സാധനം പഠിക്കുമ്പോഴേ അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ വരണം. ഈ കാര്യങ്ങൾ ഇല്ലാത്ത ഒരു ജനറേഷനാണല്ലോ വളരെ പെട്ടെന്ന് പാരൻ്റ് ആകുന്നത് അല്ലേ. നമ്മൾ ഒരു 10 വർഷം മുന്നേ അല്ലെങ്കിൽ 15 വർഷം മുമ്പ് PG ക്ലാസ് മുറിയിൽ ഇരുന്ന ആൾക്കാരാണ് നമ്മൾ. ഇന്ന് നമുക്ക് എൻ്റെ 3 മക്കളുണ്ട്. ഈ 3 മക്കളും 3 വ്യത്യസ്ത ലെവലിൽ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പാരൻ്റായി. സോ അതൊരു അറിയാതെ സംഭവിച്ച ട്രാൻസ്ഫോർമേഷൻ. ഇപ്പം നമ്മുടെ ഉള്ളിലേക്ക് എന്താണ് പോയത് അതേ പുറത്തേക്ക് വരുള്ളൂ. ബാക്കിയൊക്കെ ചിലപ്പോൾ ചില ട്രെയിനിങ് എന്നൊക്കെ കിട്ടി, അങ്ങനെ ചെയ്യാമല്ലേ എന്നൊക്കെ തോന്നിയെങ്കിലും നമ്മളെ രൂപപ്പെടുത്തുന്നതിൽ നമ്മളെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അപ്പം അതുകൊണ്ട് എൻ്റെ ഒരു ടേക്ക് ഈ വിഷയത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സബ്ജക്റ്റ് ഏതോ ആകട്ടെ, എനിക്ക് ടീച്ചർ ട്രെയിനിങ്ങിൽ കിട്ടിയ ഈ സോഷ്യൽ സ്കിൽ മേക്കിങ്ങിൽ
സോഷ്യൽ ലൈഫ് സ്കിൽ ഉണ്ടാക്കൽ ഞാൻ അതേപോലെ എൻ്റെ കുട്ടികൾക്ക് ഞാൻ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുമ്പോഴും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നവീകരിക്കപ്പെടുള്ളൂ. അതിൻ്റെ ഒപ്പം ഈ കുട്ടികളും നാളെ ഇവരെ എല്ലാവരും ഇന്നലെ നമ്മളെ യാത്രയാക്കി 65 കുട്ടികൾ, വലിയ വലിയ വൈവിധ്യങ്ങളുള്ള കുട്ടികൾ. ഇവരെ നാളെ ഇവർ രക്ഷിതാക്കളാവും. അവർ ചിലപ്പോൾ വേറെ പല പ്രൊഫഷൻസിലും പോകും. ഓക്കെ. അപ്പം ഇപ്പം ഞാൻ ഒന്നുകൂടി വളരെ ബേസിക് ആയിട്ടുള്ള പാരൻസിന് വേണ്ടി, ബേസിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അവരുടെ സിറ്റുവേഷൻ പ്രകാരമായിട്ട് അധികം എഡ്യൂക്കേഷൻ പോകാതെ പലപ്പോഴും നമ്മളോട് ചോദിക്കുന്നൊരു കാര്യങ്ങളുണ്ട്. സ്കൂളിൽ പോകണം നമുക്കറിയാം, പഠിക്കണം നമുക്കറിയാം, സയൻസ് പഠിക്കണം, ഓക്കെ, മാത്സ് പഠിക്കണം എന്നൊക്കെ പറയും. ഇതിൻ്റെ കൂടെ ഇപ്പം ലൈഫ് സ്കിൽ പഠിപ്പിക്കണം, ഫ്യൂച്ചർ സ്കിൽ പഠിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പലരും ചോദിക്കുന്ന കാര്യം എന്താണ് ലൈഫ് സ്കിൽ, എന്താണ് ഫ്യൂച്ചർ സ്കിൽസ് എന്നുള്ളത്. അപ്പോൾ അത് അറിയാത്തൊരു ബേസിക് ആയിട്ടുള്ള പാരൻസിന് വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ആ പാരൻസിനോട് എങ്ങനെയാണ് ഷുക്കൂർ സാർക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? അപ്പോൾ ലൈഫ് സ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മലയാളത്തിൽ ജീവിത നൈപുണികൾ എന്നാണ് പറയാം. ഇത് യുനെസ്കോ ഇതിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, UN ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ആ 10 എണ്ണി പറഞ്ഞതിനേക്കാൾ നല്ലത് ഏതൊരാൾക്കും അയാളെ വിരൽ തുമ്പിൽ അതുണ്ട്. ഓക്കെ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറഞ്ഞത് ഈ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, കമ്മ്യൂണിക്കേഷൻ ഒക്കെ. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഈ 10 ഏറ്റവും മോസ്റ്റ് റെലവൻ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പോഴും അങ്ങനെ പറയേണ്ടത്, ഇത് എല്ലാ സബ്ജക്റ്റിൻ്റെയും ഭാഗമായി വരണം. അപ്പോൾ ക്ലാസ് മുറിയിലെ ഡിസ്കോഴ്സുകൾ ആ രീതിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം നേരത്തെ പറഞ്ഞ എൻ്റെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് നമ്മളെ ക്ലാസ് മുറിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രാക്ടിക്കൽസിനെ വിമർശിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ കെമിസ്ട്രി ടീച്ചേഴ്സിനോട് ചോദിക്കും, ഈ വർഷം ചോദിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ, നിങ്ങൾ ഈ കോഴിമുട്ടയുടെ ഗന്ധമുള്ള സാധനം ഏതാണെന്ന് കാണാതെ പഠിക്കുകയും ആ കോഴിമുട്ടയുടെ ഗന്ധമുള്ള രൂക്ഷ ഗന്ധമുള്ള സാധനം ലാബിൽ വെക്കുകയും അതുപയോഗിച്ച് പ്രാക്ടിക്കൽ ചെയ്യുകയും ചെയ്ത് നിങ്ങൾ എപ്പോഴെങ്കിലും പെർഫ്യൂം എങ്ങനെയാണ് ഉണ്ടാക്കുക കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അത് പക്ക കെമിസ്ട്രി ആണല്ലോ, അതിൽ വേറെ അപകട സാധ്യതയൊന്നുമില്ല. വലിയ അപകട സാധ്യതയുള്ള ക്ലോറിക് ആസിഡും സൾഫറിക് ആസിഡ് എടുത്ത് നമ്മൾ കളിക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പെർഫ്യൂം ഉണ്ടാക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ എത്ര സോപ്പ് വേണം? ഇപ്പം എനിക്കറിയാം, നമ്മളൊക്കെ പലപ്പോഴും പർച്ചേസിൽ ഇടപെടുന്ന ഒരാളായതുകൊണ്ട് നമുക്ക് അത്രയും നമ്പർ കുട്ടികളുടെ സ്കൂൾ ഒരു ദിവസം ഒരു സോപ്പ് വെച്ചിട്ട് നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ ആ സ്കൂളിൽ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അത് നമ്മളുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ കുറവ് അല്ലെങ്കിൽ ഒരു ലൈസണിങ്ങിൻ്റെ കുറവ് ഇതൊക്കെയാണ്. ഇത് ആദ്യം ടീച്ചേഴ്സ് മനസ്സിലാക്കി ഒരു നവീകരണം നമ്മളകത്ത് നടന്നാലേ നമുക്ക് കുട്ടികളിലേക്ക് ട്രാൻസാക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ടേക്ക്. ഓക്കെ, മനസ്സിലായി. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ അഡീഷൻ ആയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് ലൈഫ് സ്കിൽ എന്നുള്ളത് പാരൻസിന് നമ്മളൊരു ഐഡിയ കൊടുത്തു. ചോദ്യത്തിലൊരു ഭാഗം വിട്ടുപോയി. ഓക്കെ, അപ്പോൾ ലൈഫ് സ്കിൽസ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ നമ്മൾ ഈ ഫ്യൂച്ചറിസ്റ്റിക് സ്കിൽസ് എന്ന് പറയുമ്പോൾ പുതിയ കാലത്ത് പ്രത്യേകിച്ചും എങ്ങനെയാണ് നമ്മളൊരു കൃത്യമായി പറഞ്ഞാൽ നമ്മൾ സാക്ഷരതയുള്ള അക്ഷരജ്ഞാനം പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇനി എന്ത് പ്രോംപ്റ്റ് കൊടുക്കണം എന്നൊരു കുട്ടി ഏറ്റവും ഷോർട്ടായി പ്രോംപ്റ്റ് കൊടുക്കുക. ഇനി ആ പ്രോംപ്റ്റിങ്ങിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൻ്റെ സാധനം എലമെൻറ്റ് കിടക്കണം. ചിലപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വെരി റീസെൻ്റ്ലി നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, വളരെ പോപ്പുലറായ ഒരു കരിയർ മേഖലയിൽ വീഡിയോ ചെയ്യുന്ന ഒരാൾ, അയാൾ പറഞ്ഞു BA സൈക്കോളജിയും BSc സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് അവരൊരു കമ്പാരിസൺ പറയണ്ടേ. അവർ പറയുന്ന സാധനം അവർ നേരെ ChatGPT ചോദിച്ചപ്പോൾ ChatGPT അവർക്ക് എന്ത് മറുപടി കൊടുത്തു? BA എന്ന് പറയുമ്പോൾ അത് കുറേയും കൂടി ഒരു ഫിലോസഫിക്കൽ ഓറിയൻറ്റേഷൻ ആണെന്നും BSc എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ ഓറിയൻറ്റേഷൻ ആണെന്നും BA പഠിച്ചവർക്ക് ഇന്ന ജോലി ചെയ്യാം, BSc പഠിച്ചവർക്ക് ഇന്ന ജോലി ചെയ്യാമെന്ന് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അത് അങ്ങനെയൊന്നും അല്ല. അപ്പോൾ പലപ്പോഴും ഈ കിട്ടുന്ന വിവരങ്ങൾ ശരിയാണോ എന്ന് പ്രോംപ്റ്റ് കൊടുക്കാൻ പഠിപ്പിക്കുന്നത് പോലെ തന്നെ പ്രോംപ്റ്റിനകത്തും ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് നമ്മൾ പുതിയ കാലത്ത് പഠിപ്പിക്കണം. മറ്റൊന്ന്, ഏത് കാലത്തും മനുഷ്യനുള്ള അത്രയും കാലം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ രണ്ടുപേരും ഈ ചെയറിൽ ഇരിക്കുന്നവരെ നമ്മൾ എന്താണെന്ന് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് കൃത്യമായി നിങ്ങളെ ചോദ്യം മനസ്സിലാവുന്നുണ്ട്, അതിനെന്ത് പറയണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, എപ്പോഴാണ് ഞാൻ നിർത്തേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇടപെടേണ്ടത് എപ്പോഴാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. ഇത് യഥാർത്ഥത്തിൽ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ്. ഓക്കെ, ഇപ്പോൾ പാരൻസിൻ്റെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആസ് പാരൻസിൻ്റെ ഒരു കൺഫ്യൂഷൻ, ഞങ്ങൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ലൈഫ് സ്കിൽ കൊടുക്കേണ്ടത്, ഞങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ എസ്പെഷ്യലി കുറേ കാലമായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു, ഈ ഒരു ഫീൽഡ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്നു, സൈക്കോളജി ടീച്ചർ കൂടിയാണ്. അപ്പോൾ എന്താണ് പാരൻസിൻ്റെ റോൾ, പാരൻസ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഓക്കെ, വെരി ഗുഡ്, നല്ല ചോദ്യം. വെച്ചാൽ നമ്മൾ പലപ്പോഴും
ഈ ലൈഫ് സ്കിൽസ് എടുത്തു തുടങ്ങാം. കുട്ടികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മൾ സ്കൂളുകളിൽ പലപ്പോഴും ലൈഫ് സ്കിൽ ക്ലാസ് കൊടുക്കുക. പെൺകുട്ടികൾക്ക് സെപ്പറേറ്റ് ഒരു ക്ലാസ്, അവർ കുറച്ച് മുതിർന്ന കഴിയുമ്പോഴുള്ള ഒരു ക്ലാസ്, അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് കുറച്ചും കൂടി മുതിർന്നതിന് ശേഷം കൊടുക്കുന്ന ഒരു ക്ലാസ്. റീപ്രൊഡക്റ്റീവ് ഹെൽത്തൊക്കെ പോലെ തന്നെ ഒരു സാധനമായിട്ടാണ് പലപ്പോഴും ഈ സാധനമൊക്കെ പഠിപ്പിക്കപ്പെടുന്നത്. ഇത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഏജിൽ കിട്ടേണ്ടതല്ല എന്നുള്ളതാണ് ഞാൻ വ്യക്തിപരമായി വിശ്വസിക്കുന്നത്. ഇപ്പോൾ നോക്കൂ, അനീസാറിൻ്റെ മോന് 7 വയസ്സൊക്കെ ആയില്ലേ? 7 വയസ്സായി. അവൻ്റെ ഡ്രസ്സ് അവനാണോ അലക്കി കൊണ്ടുവന്ന് എടുത്തു വെക്കുക? അല്ലല്ല. അത് അവൻ എടുത്തു വെക്കാൻ തുടങ്ങിയാൽ ഒന്നും കൂടി നന്നാവില്ലേ? തീർച്ചയായും. ഞാൻ ഒരു സിമ്പിൾ ചോദ്യമാണ്, എത്ര വയസ്സ് മുതലായിരിക്കും ഒരു കുട്ടിക്ക് അയാൾ ഡ്രസ്സ് എടുത്തു വെക്കാൻ പറ്റുക? 3 or 4 years. എക്സാക്ട്ലി. അപ്പം 4 വർഷങ്ങൾ കുട്ടിക്ക് പോയില്ലേ? ഓക്കെ, നിങ്ങൾ മോന് കത്തി ഉപയോഗിക്കാൻ നിങ്ങൾ കൊടുക്കുമോ? പേടിയല്ല. എന്തുകൊണ്ടാണ് പേടി വന്നത്? കയ്യിന് പറ്റുമോ? കത്തി എന്ന് പറയുന്നത് വളരെ ഷാർപ്പായ ഒരു കൊടുവാളിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. വളരെ ലൈറ്റായ കുട്ടിക്ക് കൈകാര്യം ചെയ്യാവുന്ന. ഞാൻ മനസ്സിലാക്കുന്നത് കുട്ടികളുടെ ഒരു കൊഗ്നേറ്റീവ് ലെവലിനനുസരിച്ച്, കുട്ടികളുടെ ഒരു ഇമോഷണൽ ഡെവലപ്മെൻറ്റിനനുസരിച്ച് നമ്മൾ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കണം. ശരിക്കും യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത്. ആ ഉത്തരവാദിത്തത്തിൽ അധിഷ്ഠിതമായ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്കൂളിൽ നിന്ന് കൊടുക്കണം, വീട്ടിൽ അതിൻ്റെ തുടർച്ച ഉണ്ടാവണം, അല്ലെങ്കിൽ വീട്ടിലുള്ളതിൻ്റെ തുടർച്ച സ്കൂളിൽ ഉണ്ടാവണം. ഇന്ന് നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടായി നിലനിൽക്കുക. ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുന്ന നമ്മൾ വലിയ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒക്കെ ഉള്ള രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അവർ വലിയ റോക്കറ്റ് സയൻസ് ഒന്നും പഠിപ്പിക്കുന്നില്ല. ഒരു പൊതുസ്ഥലത്ത്, ഒരു ഹോട്ടലിൽ എങ്ങനെ സംസാരിക്കണം, ഒരു ഗ്ലാസ് വെക്കുമ്പോൾ എങ്ങനെ വെക്കണം, ഒരു ട്രാഫിക്കിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇതൊക്കെ നമുക്കറിയാം. നമ്മൾ ഈ സോഷ്യൽ ലേണിംഗ് ആണല്ലോ. നമ്മൾ സോഷ്യലി ലേൺ ചെയ്തത് നമ്മളെ അൺകോൺഷ്യസിലുണ്ടാവും. പക്ഷേ ഈ ഒരു സോഷ്യൽ ലേണിംഗ് പലപ്പോഴും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾക്ക് അത് വേറെ പുതിയതായി പഠിക്കേണ്ടി വരുന്നു. ഞാൻ പറയുന്നത്, ഒരു വീട്ടിൽ 3 മക്കളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എൻ്റെ 3 കുട്ടികളുണ്ട്. 3 കുട്ടികൾ ഏജ് ഡിഫറെൻ്റാണ്. 2.5 വയസ്സായ കുട്ടിക്കും കുറേ ഡ്രസ്സുകൾ കൂട്ടത്തിൽ നിന്ന് അയാൾ ഡ്രസ്സ് സെഗ്രിഗേറ്റ് ചെയ്തെടുത്ത് വെക്കാൻ വേണ്ടി പറ്റും. ആ സെഗ്രിഗേറ്റ് ചെയ്തെടുത്ത് വെച്ചാൽ എൻ്റെ അനിയൻ്റെ ആണിത്, അനിയത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കി മടക്കി വെച്ച് കൊടുക്കുന്ന വേറൊരു കുട്ടി അവിടെ ഉണ്ടാകുമ്പോൾ ഇത് കാണുന്ന ആ വീട്ടിലേക്ക് വിരുന്ന് വരുന്ന കുട്ടിയും ഇത് പഠിക്കും. ഞാൻ കഴിച്ച പാത്രം അത് ഞാൻ തന്നെ എടുത്തു വെക്കണം എന്ന് മനസ്സിലാക്കുന്നത് അത് സ്കൂളിൽ നിന്നല്ല, വീട്ടിൽ നിന്നല്ല. അത് ഒരാൾ കൊഗ്നിറ്റീവ് ചേഞ്ചസിനനുസരിച്ച് ഈ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അവസരങ്ങൾ രക്ഷിതാക്കൾ കൊടുക്കണം. പ്ലസ് രക്ഷിതാക്കളും അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ ഒരു കുട്ടിക്ക് വൃത്തിക്ക് ചെയ്യുമ്പോൾ നമ്മളെല്ലാം റിവാർഡും കൊടുക്കണം. ഞാൻ നേരത്തെ ഒരു കുട്ടിയെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ഞാൻ ചെയ്യണമായിരുന്നു, ഒരു ഡാൻസ് കളിക്കാൻ ഒരു അവസരം കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയ ആ കുട്ടിയുടെ ഞാൻ 2-3 തവണ ഇന്നലെ പേഴ്സണലി ഒരു റിവാർഡ് പറഞ്ഞു, 2-3 ഗ്രൂപ്പിൽ നിൽക്കുമ്പോൾ പറഞ്ഞു, ടീച്ചേഴ്സിനോട് പറഞ്ഞു. എനിക്ക് ഉറപ്പാണ് ആ 65 കുട്ടികളിൽ ആര് എന്നെ മറന്നാലും ഇയാൾ എന്നെ മറക്കാൻ സാധ്യത. കാരണം അയാൾ അത്രയും ഇൻഫീരിയറായ ആളുകളോട് ഇടപഴകാൻ, ഈവൻ അയാളുടെ പാരൻറ്റിൻ്റെ ഇൻട്രോ ഉണ്ടെങ്കിൽ പോലും ഒരു ചോദ്യത്തിന് മറുപടി പറയാനുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് ഒരവസരം കൊടുക്കുകയും അതിൽ കൃത്യമായ റിവാർഡ് ഉണ്ടാവുകയും ചെയ്യുമ്പോൾ, അപ്പോൾ ഈ പറയുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സെഗ്മെൻറ്റ്. അതായത് ഈ ലൈഫ് സ്കിൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന് വിദ്യാഭ്യാസത്തിൽ നിന്ന് വേറിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് സ്കൂളായിട്ട് ബന്ധപ്പെട്ടല്ല. അതൊരു കുട്ടി ജനിച്ച കുട്ടി എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങിയാൽ മുതൽ ഈ ഉത്തരവാദിത്തത്തിൽ ഊന്നിയ വിദ്യാഭ്യാസമാണ് ഉണ്ടാവേണ്ടത്. അത് ഓരോ രക്ഷിതാവിനും ഇങ്ങനെ കൾച്ചറലി ഇനിയെങ്കിലും നമ്മൾ ഈ ഒരു പോഡ്കാസ്റ്റിൽ വേറെ ഏത് ഭാഗമില്ലെങ്കിലും ഈ ഭാഗം മനുഷ്യർക്ക് മനസ്സിലാകണേ എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എനിക്ക് തോന്നുന്നു. ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ ഹൗ ദ പാരൻസ് ആൾസോ ബിഹേവ് എന്നുള്ളത്. നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തപ്പോൾ പ്ലേറ്റ് എങ്ങനെ വൃത്തിയിൽ എടുത്തു വെക്കണം എന്ന് കുട്ടി പഠിക്കുന്നതിന് മുമ്പ് പാരൻസ് എടുത്തു വെക്കുക, ഡ്രസ്സ് എടുത്തു വെക്കുക. അപ്പം ആ ഒരു ഓവറോൾ വീട്ടിലെ കൾച്ചറും ബിഹേവിയറും ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. നമ്മളറിയില്ല സൈക്കോളജിയിൽ ബ്രോൺഫ്രണ്ട് ബ്രെന്നറിൻ്റെ ഒരു ഇക്കോളജിക്കൽ മോഡൽ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തോന്നുന്നു എല്ലാ B.Ed അധ്യാപകരും എല്ലാ TTC കഴിഞ്ഞവരും ഇത് പഠിക്കുന്നുണ്ട്. പക്ഷെ ഈ സാധനം എൻ്റെ ക്ലാസ് മുറിയിലുള്ളതാണെന്ന് പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഓരോ വ്യക്തിയെയും നിർണ്ണയിക്കുന്നതിൽ അയാളുടെ ഏറ്റവും ഒരു മൈക്രോ ലെവൽ ഉള്ള
ഒരു സിസ്റ്റം ഉണ്ടാവും, ഒരു മൈക്രോ സിസ്റ്റം ഉണ്ടാവും. ഇനി അയാൾക്കൊരു സ്വാധീനവുമില്ലാത്ത ഒരു ക്രോണോ സിസ്റ്റം ഉണ്ടാവും, സമയം കാലം എന്ന് പറയുന്ന ഒരു സംഭവം. ഇതിനെ ഒരു ഈ ഇക്കോളജിക്കൽ മോഡൽ ഡെവലപ്പ് ചെയ്തത് ആര് എന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് ടെറ്റിന് അത് ബ്രോൺഫ്രണ്ട് എന്ന് പഠിക്കുന്നതിച്ച് മാർക്ക് കിട്ടി ടെറ്റ് പാസ്സായി, അതല്ലെങ്കിൽ വേറെ ഏതോ PSC പരീക്ഷയ്ക്ക് പാസ്സാവുന്നതിൻ്റെ അപ്പുറത്ത് ഓരോ ചോദ്യം ക്ലാസ്സിൽ കുട്ടിയോട് ഉന്നയിക്കുമ്പോഴും ഓരോ ഉത്തരം ഓരോ കുട്ടി പറയുമ്പോഴും ക്ലാസ് റൂമിലെ പ്രോസസ്സ് നടക്കുമ്പോഴൊക്കെ ഈ ഇക്കോളജിക്കൽ മോഡൽ നമ്മളെ മനസ്സിലുണ്ടാവണം. കാരണം ഒരു കുട്ടിയുടെ വിശാലമായ കൾച്ചർ, റിലീജിയൻ, അയാൾ വരുന്ന പരിസരം, ഇതൊക്കെ അയാളെ രൂപപ്പെടുത്തുന്നതിൽ സ്വാധീനിക്കും. അതുകൊണ്ട് എല്ലാ കുട്ടീൻ്റെ അടുത്തും ഒരു ഉത്തരമോ എല്ലാ കുട്ടിയുടെ അടുത്തുനിന്നും ഒരേ ക്ലാസ് റൂം പ്രോസസ്സോ നമ്മൾ പ്രതീക്ഷിക്കാനേ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെപ്പോഴും ആ ഒരു റീഡ് ദ ലൈൻ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അത് അധ്യാപകരാകട്ടെ രക്ഷിതാക്കളാകട്ടെ, എന്താണോ ടെക്സ്റ്റ്, അത് ഈവൻ റിലീജിയസ് ടെക്സ്റ്റുകൾ പോലും അങ്ങനെയാണെന്നേ, അവിടെ എന്താണോ എഴുതി വെച്ചത് അത് മാത്രമേ നമ്മൾ വായിക്കണുള്ളൂ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഇൻഫർമേഷനെ ഒരു നോളജാക്കി അതിനൊരു വിശദമാക്കുന്ന ഒരു പ്രോസസ്സ് യഥാർത്ഥത്തിൽ നമ്മൾ വീടുകളിലും ഇല്ല, ക്ലാസ് മുറിക്കകത്ത്. പ്രശ്നം എപ്പോഴും പ്രശ്നവും പരിഹാരവും ഒരു സ്ഥലത്താണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. സോ അപ്പം സാർ പറഞ്ഞതിന് തന്നെ ഒരു ഫർദർ എക്സ്റ്റൻഷനിൽ ഇപ്പോൾ റിവാർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പോൾ എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയില്ല, പാരൻസ് മക്കൾക്ക് റിവാർഡ് കൊടുക്കുന്നത് പൊതുവെ കുറവാണ്. കാരണം എൻ്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയുള്ള ചുറ്റുവട്ടത്തിലൊക്കെ ഓരോ ചെറിയ കാര്യങ്ങൾക്ക് റിവാർഡ് കൊടുക്കുമ്പോഴേക്കും ഇപ്പോൾ ഇതിനൊക്കെ റിവാർഡ് കൊടുത്താൽ അവന് തന്നെ വലിയൊരാളാണെന്ന് തോന്നിയിട്ട് ഭാവില്ല. അതായത് നമ്മുടെ നാട്ടിൽ പലപ്പോഴും പാരൻസ് റിവാർഡ് കിട്ടുന്നത് ഒരു ക്രൂഷ്യൽ മൈൽ സ്റ്റോണൊക്കെ അച്ചീവ് ചെയ്യുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ എൻട്രൻസിന് വളരെ നല്ല മാർക്ക് കിട്ടി, ഫുൾ A+ കിട്ടി, ഇങ്ങനെയുള്ള അപൂർവം സമയങ്ങളും സംഭവിക്കുന്നു. അതിൻ്റെ പല കാരണങ്ങൾ സ്നേഹം കൊണ്ട് തന്നെയാണ്. ചെറിയ ചെറിയ റിവാർഡ് പറഞ്ഞാൽ ചിലപ്പോൾ അതിലേക്ക് എത്തില്ല എന്നുള്ളത്. അപ്പം നമ്മുടെയൊക്കെ മിസ്സിങ്ങും അതാണെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ, എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് റിവാർഡ്? അതിനേക്കാളേറെ ആസ് എ പാരൻറ്റ് എങ്ങനെയൊക്കെ റിവാർഡ് ചെയ്യാൻ പറ്റും, അതും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ എപ്പോഴോ നമ്മൾ വളരെ പേഴ്സണലായി സംസാരിച്ചപ്പോഴുണ്ട്. എനിക്ക് എൻ്റെ ഫാദർ, അതേപോലെ തന്നെ ഫാദർ ഫിഗറായ മൂത്തൊരു സിസ്റ്ററുടെ ഹസ്ബൻഡ്, ഇവരുടെ രണ്ടുപേരുടെയും പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കും അവർ റിവാർഡ് ചെയ്യും. ആൻഡ് ഓരോ മനുഷ്യനും ഭയങ്കര സെൽഫ് എസ്റ്റീം ഉണ്ടാവുന്ന രീതിയിലാണ് അയാളെ പ്രസൻറ്റ് ചെയ്യുക. ഞാനൊക്കെ യാദൃശ്ചികമായി സൈക്കോളജിയിലേക്ക് എത്തിപ്പെട്ട ഒരാളാണ്. പിന്നീട് ഞാൻ സൈക്കോളജി വായിക്കുകയും അതിൽ സംസാരിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം ഞാൻ ആലോചിച്ചത്, വെറും 10ാം ക്ലാസ്സുകാരനായ എൻ്റെ ഉപ്പ ബ്യൂട്ടിഫുള്ളി സാധനം ചെയ്തത്. ഒരാളുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്പ് ചെയ്യുന്നതിൽ അയാൾക്ക് കൊടുക്കുന്ന റിവാർഡും അയാൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം എത്ര വലുതാണെന്ന് ശരിക്കും ഉപ്പ മരിച്ചതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത്. 4 ഡിഗ്രി കോഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, 4ാമത്തെ ഡിഗ്രിയാണ് ഞാൻ കംപ്ലീറ്റ് ചെയ്തത്. ആദ്യത്തെ 3 ഇഷ്ടമില്ലാതെ, എനിക്കത് ഇഷ്ടമില്ല, ഞാൻ നിർത്തി. എന്നാൽ ഒരിക്കൽ പോലും എൻ്റെ ഉപ്പ എൻ്റെ അടുത്ത് എന്താണ് നിൻ്റെ ഉദ്ദേശമെന്ന് ചോദിച്ചിട്ടില്ല. കാരണം എന്നിട്ട് ഓരോ തവണയും പറയുന്നത്, നീ ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ അതതിൻ്റെ മാക്സിമത്തിലേ നിർത്തുള്ളൂ എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ പിന്നെ അതെൻ്റെ ബാധ്യതയാണ്, അതെൻ്റെ മാക്സിമത്തിൽ നിർത്തും. അതേപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ മൂത്ത സിസ്റ്ററുടെ ഹസ്ബൻഡ്, പുള്ളിയും ഇപ്പോൾ റീസെൻ്റ്ലി മരണപ്പെട്ടു. അപ്പോൾ ആളും ഇങ്ങനെ തന്നെ ഓരോ ആളെയും പ്രസൻറ്റ് ചെയ്യുമ്പോൾ അത് എനിക്ക് തോന്നും എന്നോട് എന്തോ സ്പെഷ്യലാണെന്ന്. എല്ലാവരോടും അങ്ങനെയാണ്. അപ്പോൾ ഫാമിലിക്കകത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട, എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം, നിർബന്ധമായി ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് റിവാർഡ് ഉണ്ടായാൽ മാത്രമേ പ്രോപ്പർ സെൽഫ് എസ്റ്റീം, എക്സ്പീരിയൻസസ് ഉണ്ടാവണം, എക്സ്പോഷർ ഉണ്ടാവണം. ഈ രണ്ടിലും ഒരു വ്യക്തി എക്സൽ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റിവാർഡ് ഉണ്ടാവണം. ആ റിവാർഡ് എന്ന് പറയുമ്പോൾ അത് മെറ്റീരിയൽ ആണെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണ് നമുക്ക് പ്രശ്നം. അത് മെറ്റീരിയലിനേക്കാൾ കൂടുതൽ നോക്കൂ, ആളുകൾ ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് ഒരു പുറത്തുള്ള തട്ടോ ഒരു ഷെയ്ക്കാനോ അല്ലെങ്കിൽ നല്ലൊരു ഇൻട്രൊഡക്ഷൻ. നോക്കൂ, ഇതിൻ്റെ അളിയനാണ്, എൻ്റെ സിസ്റ്റർ, പിന്നെ ആങ്ങളെയാണ്, അവൻ ഇന്നതാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ചെയ്ത ഓരോ കോഴ്സും എന്തോ വലിയ ഡിഫറെൻ്റ് ആണെന്ന തോന്നൽ എന്നിലുണ്ടാക്കിയത് ഈ പറയുന്ന ഈ സിസ്റ്റർ ഹസ്ബൻഡും അതേപോലെ ഉപ്പയാണ്. ഞാൻ ഇച്ചിരി സമയം എടുത്തത് പറയുന്നത്, ഞാൻ സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ഞാൻ ഡെഫ് ബ്ലൈൻഡ്നെസ് കോഴ്സാണ് ഞാൻ ചെയ്തത്. ഓക്കെ, സോ ചെന്നൈയിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ
ചെന്നൈ ശരിക്കും ഇവിടുന്ന് തിരൂരിന്നോ പരപ്പനങ്ങാടിയിൽ നിന്നോ ട്രെയിൻ കയറി ഒരു ഓവർനൈറ്റ് അവിടെ യാത്ര ചെയ്ത് അവിടെ എത്തുന്ന ഒരാളാണ്. പക്ഷെ ഞാൻ എപ്പോഴും ചെന്നൈക്ക് യാത്ര ചെയ്യുക, രാവിലെ കോയമ്പത്തൂർ പോകും, ഈ അളിയൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യും. പുള്ളി അവിടുന്ന് ഈവനിങ് മുതൽ ഉച്ച മുതൽ ഏതെങ്കിലും ട്രെയിനിൽ കയറ്റേക്കും. ആ നൈറ്റ് തന്നെ ഞാൻ എന്ത് ചെയ്യും, ചെന്നൈയിലെത്തും. അതായിരുന്നു എൻ്റെ ഒരു യൂഷ്വൽ രീതി. പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് റിഫ്ലക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയത്, അദ്ദേഹം വലിയ തിരക്കുള്ള ബിസിനസ്സുകാരനാണ്, ഷോപ്പിൽ എപ്പോഴും തിരക്കുണ്ടാവും. അവിടെ വരുന്ന ഓരോ മാർവാടിയുടെ അടുത്തും, അവിടെ വരുന്ന ഓരോ ഹിന്ദിക്കാരൻ്റെ അടുത്തും, അവിടെ വരുന്ന ഓരോ മലയാളിയുടെ അടുത്തും ഒരു ഇത്തിരി സമയം മൂപ്പര് എന്നെ പരിചയപ്പെടുത്തും. ഇത് പിന്നെ ബ്രദറിലോ ആണ്, പുള്ളി ഒരു സ്പെഷ്യൽ കോഴ്സ് ചെയ്യാണ്. ആ സ്പെഷ്യൽ കോഴ്സ് ചെയ്ത് ഞാൻ എന്തോ ആകുമെന്ന ഒരു തോന്നൽ എന്നിൽ ഉണ്ടാക്കിയത്. അതേപോലെ വിട്ടുപോകാൻ പാടില്ലാത്തൊരു പേരാണ് ഞങ്ങളെ +2 പഠിപ്പിച്ച ഒരു ഗസ്റ്റ് അധ്യാപകനായ ഒരു ജമാൽ സാർ. ഓക്കെ, പുള്ളി ഒരു ഡിസംബറിലോ മറ്റോ ആണ് വരുന്നത്. പുള്ളി കുറച്ചേ പഠിപ്പിച്ചിട്ടുള്ളൂ, പക്ഷേ എല്ലാ ദിവസവും ഞങ്ങളോട് ഒരു കാര്യം പറയുന്നു, നിങ്ങൾ ചെയ്യുന്ന ഈ കോഴ്സ് ഉണ്ടല്ലോ, ഈ ECG ആൻഡ് ഓഡിയോമെട്രി ടെക്നീഷ്യൻ കോഴ്സ്, ഇതാകെ കേരളത്തിൽ 5 സ്ഥലത്തുള്ളൂ കേട്ടോ. യു ആർ സംതിങ് സ്പെഷ്യൽ. പുള്ളി ഞങ്ങൾക്ക് ഒരു മിഠായി ഒന്നും മേടിച്ചു തന്നിട്ടില്ല, ചോക്ലേറ്റ് മേടിച്ചു തന്നിട്ടില്ല, പെന്നോ പെൻസിലോ റിവാർഡോ ഒന്നും തന്നിട്ടില്ല. പക്ഷെ റെഗുലർലി റിവാർഡ് തരുമായിരുന്നു. എന്ത്, നിങ്ങൾ യുണീക്കാണ് കേട്ടോ, നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ കുട്ടികൾക്ക് എത്ര നേരത്തെ കൊടുക്കണോ അത്രയും നേരത്തെ കൊടുക്കണം. പക്ഷെ എന്തുകൊണ്ടോ എനിക്കറിയില്ല, നമ്മളുടെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ റിവാർഡൊന്നും ആൾക്കാർ കൊടുക്കേണ്ട ആവശ്യമില്ല. തള്ളിയില്ലെങ്കിലും വലിയാണ് നമ്മളെ സമൂഹത്തിൽ കൂടുതൽ നടക്കുക. തള്ളൽ നമ്മൾ സ്വന്തത്തെ മാത്രമേ ചെയ്യുന്നുള്ളൂ, മറ്റുള്ളവനെ തള്ളാതെ മറ്റുള്ളവനെ വലിക്കുന്ന ഒരു രീതി ഉണ്ട്. അത് വളരെ അപകടകരമാണ്. ആളുകളുടെ സെൽഫ് എസ്റ്റീം, ഞാൻ അനീസ് ഭായിൻ്റെ അടുത്ത് രാവിലെ പറഞ്ഞതെന്ന് ഓർമ്മയില്ല, എൻ്റെ അടുത്ത് പലപ്പോഴും സ്റ്റാഫ് ട്രെയിനിങ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആളുകൾ അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയലേ, പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഒന്നും ഇന്ന് ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യം ഇല്ല. നിങ്ങൾക്കറിയുന്നതിനേക്കാൾ കൂടുതൽ പുതിയ യൂത്തിന് എന്തറിയാം, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയാം. അവരെ ഓരോ പ്ലാറ്റ്ഫോമിൽ ചോദിക്കും. ഇനി അതിൽ ജെമിനി പറഞ്ഞ് തെറ്റാണെന്ന് ChatGPT-നോട് ചോദിക്കും, ChatGPT തെറ്റാണെന്ന് പെർപ്ലക്സിറ്റിനോട് ചോദിക്കും. ഇതാണ് അവസ്ഥ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പരസ്പരം സെൽഫ് എസ്റ്റീം ഉണ്ടാക്കുന്ന സംസാരിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഈവൻ ഒരാൾ ഡ്രസ്സിൽ പോലും എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെങ്കിൽ അതിന് ഏറ്റവും മാന്യമായ രീതിയിൽ കറക്റ്റ് ചെയ്യുന്ന, നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്ത് വന്നാൽ റിവാർഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇത് ശരിക്കും ആദ്യം രൂപപ്പെട്ട് വരേണ്ടത് വീട്ടിലാണ്. അതിൻ്റെ തുടർച്ചയാണ് സ്കൂളിൽ ഉണ്ടാവേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇതിലേ നമ്മൾ ഈ റിവാർഡ് പറഞ്ഞപ്പോൾ തോന്നുന്നു ഷുഗർ സർ പറഞ്ഞൊരു പോയിന്റ് തന്നെ ഞാൻ അവസാനം പറയാൻ ഇതാണ്. നമുക്ക് പലപ്പോഴും റിവാർഡ് എന്ന് പറഞ്ഞാൽ സംതിങ് മെറ്റീരിയലിസ്റ്റിക്, ഫൈനാൻഷ്യൽ നിർബന്ധമാണ് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് കൂടിയിട്ടാവാം. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഇപ്പം ഞാൻ ഈ നേരത്തെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ പോലെ, ഞാൻ 8 വിറ്റ് സബ്ജക്റ്റുകൾ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്ന സമയത്ത് പലരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരു നെറ്റ് കിട്ടിയിട്ട് നിർത്തിയിടേനെയോ, ഇത് കഴിഞ്ഞിട്ട് പിന്നെയും ബുദ്ധിമുട്ടാണല്ലോ, എങ്ങനെ നിങ്ങൾക്ക് പിന്നെയും ശ്രമിക്കുന്നത് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഡെഫിനറ്റ്ലി ഒരുപാട് കാര്യം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഉപ്പ കുറേ കാലം ഗൾഫിലായിരുന്നു. ഓക്കെ, കുറേ കാലം ഗൾഫിലായിരുന്നു. അപ്പം ഞാൻ ഉപ്പി അധികം എൻ്റെ ചെറുപ്പത്തിൽ അത്ര കണക്ഷൻ ആണ്. എനിക്ക് ഫസ്റ്റ് നെറ്റ് കിട്ടിയതിന് ശേഷം അന്ന് ഉപ്പ നാട്ടിലുണ്ട്. ഉപ്പ എനിക്ക് തന്നൊരു ഹഗ് ഉണ്ട്. ഓക്കെ, അടിപൊളിയായി, സന്തോഷമായിട്ട്, ഓക്കെ സന്തോഷമായി എന്ന് പറഞ്ഞാൽ ആ ഹഗ്ഗിൻ്റെ ചൂടുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ഇനിയും 10 നെറ്റ് ആയി. ഉപ്പ ഞാൻ 2-3 ഒക്കെ ആയപ്പോൾ ഉപ്പ മരിച്ചുപോയി കോവിഡിൻ്റെ കാലത്തൊക്കെ. പക്ഷേ അപ്പോൾ ആ ഉപ്പാൻ്റെ ഒരു സിംഗിൾ ഹഗ്ഗാണ് സത്യം പറഞ്ഞാൽ വീണ്ടും പരീക്ഷയിൽ നെറ്റ് ചെയ്താൽ എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു സാധനം വെച്ചാൽ, റിവാർഡ് മേ ബി എ ഹഗ്, ഒന്ന് ജസ്റ്റ് തട്ടിയാൽ മതിയാവും, ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതിയാവും. എപ്പോഴും റിവാർഡ് എന്ന് പറഞ്ഞാൽ ഡയറി മിൽക്ക് ആവണമെന്നില്ല, അല്ലെങ്കിൽ ഒരു മെറ്റീരിയൽ ആവണ്ട എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. നമുക്കറിയാം, വാട്സപ്പല്ല, ഓൾമോസ്റ്റ് ഓൾ ദ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഹാവ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഹേർട്ട്, റൈറ്റ്? ഈ ഓരോ ഹേർട്ടും എന്തിനും സൂചിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ പണ്ഡിതന്മാരെ ചില ഹദീസുകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഏത് കിട്ടിയാലും മനുഷ്യർക്ക് ഇഷ്ടമാണ് യഥാർത്ഥത്തിൽ. ഓക്കെ, ശരിക്കും വളരെ ബ്യൂട്ടിഫുള്ളി പാരൻസിനൊക്കെ ചെയ്യാവുന്ന ഒരു കാര്യം, പ്രത്യേകിച്ച് ദൂരെയൊക്കെ നിൽക്കുന്ന പാരൻസിന്, ഇവർക്കുണ്ടാകുന്ന ഓരോ അച്ചീവ്മെൻറ്റ് സ്പെസിഫിക് ആയിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പ്രോ എൻവയോൺമെൻറ്റൽ ഒരു സാധനം കുട്ടി ചെയ്തു എന്ന് പാർട്ട്ണർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അതിനൊരു ഗ്രീൻ ഹേർട്ട് കൊടുക്കുകയും, അയാൾക്ക് എന്തോ സംതിങ് ഒരു സ്പെഷ്യൽ ആർക്കും ഇല്ലാത്തൊരു കുഞ്ഞു അച്ചീവ്മെൻ്റ് ഉണ്ടാകുന്ന സമയത്ത് അതിന് റെഡ് കൊടുക്കുകയും, ഈ സാധനം കൊടുക്കുന്ന സമയത്ത് കുട്ടി തന്നെ അത് എക്സ്പെക്റ്റ് ചെയ്യും, ആ പാറ്റേൺ. ഇതിനൊരു ചിലവും ഇല്ലല്ലോ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഫ്രീ ടൈമിൽ ചെയ്താൽ മതി. ചിലപ്പോൾ നമ്മളൊക്കെ, പ്രത്യേകിച്ചും അനീസ് ഭായിക്കൊക്കെ അറിയാം, നമ്മൾ തിരക്കിൽ പലപ്പോഴും പല കമ്മ്യൂണിക്കേഷൻസ് മിസ്സാവും.
പക്ഷെ ഞാൻ പലപ്പോഴും ചെയ്യുന്നത് വെച്ചാൽ ഏർലി മോർണിംഗിൽ ഞാൻ എണീറ്റിട്ട് എല്ലാവരും ആക്റ്റീവ് ആവണ വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, എനിക്ക് എവറി ഡേ ഒരു 45 to 1 hour കിട്ടും. അപ്പോൾ ഞാൻ പഴയ മെസ്സേജസിലേക്ക് സ്ക്രോൾ ചെയ്ത് പോകും. അപ്പോൾ ഇങ്ങനെ കൊടുക്കും, ഈ പറഞ്ഞ ഒരു ചിലവില്ല ഇതിന്. പക്ഷെ അത് ഉണ്ടാക്കുന്ന ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ബിയോണ്ട് അവർ എക്സ്പെക്റ്റേഷൻ. ചിലപ്പോൾ നമ്മൾ പണ്ട് കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ് ആവാം, അല്ലെങ്കിൽ നമ്മൾ ഒരു സ്റ്റുഡൻ്റ് ആവാം, ഏതാവാം. അപ്പോൾ ഇത് ഡിജിറ്റലി പോസിബിൾ ആയ ഒരു, പ്രത്യേകിച്ച് ലാസ്റ്റത്തെ ഒരു 10 വർഷത്തിൽ റിവാർഡ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഈസിയറാണില്ലാത്ത, ഒരു ചിലവില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷെ ഇത് ഐ ഡോണ്ട് നോ എന്തുകൊണ്ടാണ് ആൾക്കാരത് ചെയ്യാത്തത്. ഓക്കെ.